മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഫ്രഷ് ഇറച്ചി കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണത്. ഇത് കേൾക്കുന്നവർ നിങ്ങളുടെ ദേവാലയങ്ങളിലെ ദേവാലയ ശുശ്രൂഷികൾക്ക്, കപ്പ്യാരുമാർക്ക് ഈ വീഡിയോ കേൾക്കാനായിട്ട് അയച്ചു കൊടുക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 55-ാം വചനം ഇങ്ങനെ വായിക്കാം: എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. ഞാനിന്ന് ഈ വീഡിയോ ഇടാനുള്ള കാരണം, ഞാനിന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്ന സമയത്ത് ഒരു 2 വർഷം മുമ്പുണ്ടായ ഒരു കൊച്ചു അനുഭവം ഓർമ്മ വന്നു. ഞാനൊരു കോൺവെൻറ്റിൽ കുർബാന ചെല്ലാനായിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ബലിപീഠത്തിലേക്ക് നോക്കിയപ്പോൾ കുസ്തോതിയിൽ ഓസ്തി വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് സിസ്റ്റേഴ്സിൻ്റെ പറഞ്ഞു, മറന്നുപോയോ, ഓസ്തി വെച്ചിട്ടില്ല, കുർബാന സ്വീകരിക്കണ്ടേ, ഈശോയെ സ്വീകരിക്കണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട വെച്ചാൽ സക്രാരിയിലുണ്ട്. അപ്പോൾ ഞാൻ വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് സക്രാരി തുറന്ന് സക്രാരിയിൽ നോക്കിയപ്പോൾ 2 കുസ്തോതി ഫുള്ള് നിറയെ കൂദാശ ചെയ്ത തിരുവോസ്തിയാണ്, ഈശോയുടെ ശരീരം സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവർക്ക് വിശുദ്ധ കുർബാനയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് കാപ്പി കുടിക്കാൻ വന്ന സമയത്ത് ഞാൻ വെറുതെ സിസ്റ്റേഴ്സിനോട് ഞാൻ ചോദിച്ചു, ഒരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം തരുമോ? അപ്പോൾ അവർ പറഞ്ഞു, ഉത്തരം തരാം. നിങ്ങൾ ഇറച്ചിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഇറച്ചിയുണ്ട്, ഇങ്ങനെ ഫ്രഷായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ഇറച്ചിയുണ്ട്. നിങ്ങൾ 1 കിലോ ഇറച്ചി വാങ്ങിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് ഫ്രീസറിൽ നിന്നും ഇറച്ചി എടുത്ത് തന്നാൽ നിങ്ങൾ എന്താ പറയുക? അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഫ്രീസറിൽ ഇറച്ചി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഫ്രഷ് ഇറച്ചി വേണം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വിശുദ്ധ കുർബാനയിലും ഇത് ബാധകമല്ലേ? നിറയെ ആഴ്ചകളോളമായ തിരുവോസ്തി സക്രാരിയിൽ സൂക്ഷിച്ചിട്ട് അത് സ്വീകരിക്കുന്നതാണോ കൂടുതൽ നല്ലത്, അതോ ഫ്രഷ് ഇറച്ചി കിട്ടാനുള്ള സാധ്യതയുണ്ട്? ഈശോയുടെ ശരീരവും രക്തവും ഫ്രഷായിട്ട് ഓരോ കുർബാനയിലും നമുക്ക് ഫ്രഷായിട്ട് തിരുശരീരവും തിരുരക്തവും കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ളപ്പോൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ സക്രാരിക്കുള്ളിൽ മാത്രം സൂക്ഷിച്ചിരിക്കുന്ന, കാലങ്ങളായിട്ടൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഈശോയെ സ്വീകരിക്കുന്നത്? രണ്ടും ഈശോ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എങ്കിൽ പോലും നമുക്ക് പരമാവധി ഈശോയെ ഫ്രഷായിട്ട് സ്വീകരിക്കാൻ, അതാത് കുർബാനയിൽ കൂദാശയെന്ന് ഈശോയെ സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കണം. ഞാൻ എൻ്റെ ഇടവക കൊടുങ്ങ ഇടവകയാണ്. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എൻ്റെ ദേവാലയ ശുശ്രൂഷി ഷാജു ചേട്ടനാണ്. അദ്ദേഹം ഒരു കുസ്തോതി ഞാൻ കാലിയാക്കി കൊടുത്താൽ അതിൽ പകുതിയോളമേ നിറയ്ക്കുള്ളൂ. കാരണം 1 ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം അതിനുള്ളിൽ ആ കുസ്തോതിയിൽ ഓസ്തി തീരും. അപ്പം അങ്ങനെ ഫ്രഷാക്കി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട്, എൻ്റെ പള്ളിയിൽ വിശുദ്ധ കുർബാന കൊടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഫാൻ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് ചൂടാണ്, ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ ഈ കുസ്തോതിക്കകത്ത് ഫുള്ള് ഓസ്തി ഇല്ലെങ്കിൽ അത് പറന്നു പോകുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇന്ന് വിശുദ്ധ കുർബാന കൊടുക്കാം, ഫാൻ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു അസ്വസ്ഥതയുടെ ആവശ്യമില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: എപ്പോഴും ഫ്രഷായിട്ടുള്ള ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ അവസരമുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം നമുക്കെല്ലാവർക്കും കിട്ടണം. അത് നമ്മുടെ ദേവാലയ ശുശ്രൂഷികളൊക്കെ വിചാരിച്ചാൽ നടക്കും. ഒരുപാട് ഓസ്തി ഇങ്ങനെ നിറച്ച് എപ്പോഴും കുസ്തോതിക്കുള്ളിൽ വയ്ക്കാതെ, നിറച്ച് വയ്ക്കുമ്പോൾ കുറച്ച് വയ്ക്കുക, പകുതിയൊക്കെ വെച്ചാൽ മതി. അടുത്ത ദിവസവും കുർബാന ഉണ്ടല്ലോ. ഇനി എപ്പോഴും കുർബാന ഇല്ലാത്ത പള്ളികളാണെങ്കിൽ ഇത് നടക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ആൾ വരുന്നെന്ന് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ഓസ്തി കൂടുതൽ തിരുവോസ്തിയൊക്കെ സൂക്ഷിക്കേണ്ടി വരാം. അപ്പം ഇന്ന് ഈ രാത്രിയിൽ അല്ലെങ്കിൽ ഈ ടോക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ധ്യാനിക്കണം, എപ്പോഴും എൻ്റെ ഈശോയുടെ ശരീരം ഭക്ഷിക്കണം, അത് ഫ്രഷായിട്ട് ഭക്ഷിക്കണം. എൻ്റെ ഈശോയുടെ രക്തം പാനം ചെയ്യണം, ഫ്രഷായിട്ട് പാനം ചെയ്യണം. എപ്പോഴും ഈശോയുടെ കൂടെ ലൈവായിട്ട് തുടരാനായിട്ട് പറ്റണം. എല്ലാവർക്കും നല്ല ദിവ്യകാരുണ്യ അനുഭവം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.